15 ദിവസങ്ങൾ. യെസ്, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമ്മുടെ മുമ്പിലുള്ള ദിവസങ്ങളാണ് ഇനി വെറും 15 ദിവസങ്ങൾ. ആ ഒരു 15 ദിവസത്തിനുള്ളിൽ നമുക്ക് പഠിച്ചു തീർക്കാനുള്ള ചാപ്റ്റേഴ്സോ ഒരുപാടുണ്ട് അല്ലേ? യെസ്. അപ്പം ഇനി എങ്ങനെയാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുണ്ട്. ഇപ്പോഴും പഠിച്ച് തീർക്കാത്ത ഒരുപാട് ടെൻഷനിൽ ഈ ഒരു ക്രിസ്മസ് എക്സാമിന് എങ്ങനെ ഞാൻ പാസ്സാവും, അല്ലെങ്കിൽ എങ്ങനെ ഞാനൊരു നല്ല മാർക്കിലേക്ക് എത്തും എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ മുമ്പിലുണ്ട്. യെസ്, പലർക്കും ഈ ഒരു ചോദ്യം അവരുടെ മുമ്പിലുണ്ടാവും. അതായത് നമ്മൾ തോറ്റു പോകുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും. കാരണം ഓണപ്പരീക്ഷ നമ്മുടെ മുമ്പിലുണ്ട്. പുതിയ പാറ്റേണിൽ വന്നപ്പോൾ പലരും പതറിപ്പോയി. അതെ. യെസ്, ഒരുപാട് എന്താ പറയുക, PYQs ഒക്കെ റെഫർ ചെയ്ത് നന്നായിട്ട് പഠിച്ചവർക്ക് പോലും ഓണപ്പരീക്ഷയ്ക്ക് കാലിടറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഒരുപാട് പ്രാവശ്യമായിട്ട് നിങ്ങളടുത്ത് ഓരോ ഇവന്റിലും വന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇനി നമ്മൾ സാധാരണ അല്ലെങ്കിൽ മുമ്പ് പഠിച്ച രീതിയിൽ പഠിച്ചിട്ട് കാര്യമില്ല. വളരെ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെയാണോ മുക്കും മൂലയും വിടാതെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചാലാണ് ഇനി നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കും, ഇനി ഈ ഒരു 15 ദിവസത്തിനുള്ളിൽ എങ്ങനെയാണ് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുക എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എങ്ങനെ ഈ ഒരു 15 ദിവസത്തിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ എങ്ങനെ പഠിക്കും എന്നൊരു തോന്നലുണ്ടാവും. തീർച്ചയായിട്ടും എക്സാമിനർ എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്, സ്റ്റുഡൻസിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിന് എക്സാമിനർ എന്താണ് ഒരുക്കിയിട്ടുള്ളത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ നമ്മൾ റിവീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. യെസ്, അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? മൺഡേ കൃത്യം 7 മണിക്ക്. യെസ്, അപ്പോൾ കൃത്യം 7 മണിക്ക് ഒരു അടിപൊളി സ്റ്റഡി പ്ലാനുമായിട്ട് ഒരു 15 ഡേയ്സ് സ്റ്റഡി ചാലഞ്ചുമായിട്ട് എക്സാമിനർ ഫാമിലി വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈവെന്റിൽ പങ്കെടുക്കുക. ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ആ ഒരു പ്രശ്നം ക്രിസ്മസ് എക്സാമിൽ പറ്റാൻ പാടില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു 2 വീക്സിൽ എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവന്റിലേക്ക് വരണം. ഒറ്റയ്ക്ക് വന്നാൽ പോരാ, മാക്സിമം ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് വരണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക്, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ആയിട്ടും സ്റ്റോറി ആയിട്ടും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമുക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മക്കളുണ്ടാവും അല്ലേ? അതെ, കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ 15 ഡേയ്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ യൂട്യൂബിലെ ക്ലാസ്സുകൾ നോക്കിയിരിക്കുന്ന സമയത്ത് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങൾ പ്രോപ്പറായിട്ട് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓൾറെഡി മുമ്പ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും റെക്കോർഡഡ് വീഡിയോസും അതിൻ്റെ നോട്ടുകളും ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള സമയത്ത് വേഗം പഠിച്ചു തീർക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ December 26 നമ്മൾ ക്രാഷ് ബാച്ച് കൂടെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മുടെ ഒരു റിവിഷൻ ബാച്ച് ആയിരിക്കും. ഇപ്പം തന്നെ ഒരുപാട് പേര് ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ചിലർ വിചാരിക്കുന്നുണ്ട്, അപ്പോൾ ഡിസംബർ മാസം ആയില്ല, ഇനിയിപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്നൊക്കെ വിചാരിക്കുന്നവരോടാണ്. ക്രിസ്മസ് എക്സാമേ കഴിയുന്നുള്ളൂ. ആനുവൽ എക്സാം ഇനിയും സമയമുണ്ട്. 2-3 മാസം നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബാച്ചിലെ ഓരോ ഫീച്ചേഴ്സും അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ക്രിസ്മസ് എക്സാമിനും നല്ല മാർക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ആനുവൽ എക്സാമിനും ഫുൾ മാർക്കോട് കൂടി നമുക്ക് 7ാം ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ നേടാൻ വേണ്ടി പറ്റും. ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മാത്രം മതി. ആൻഡ് ഓഫ് കോഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കളാണെങ്കിലും നമ്മുടെ യൂട്യൂബിൽ കാണുന്ന മക്കളാണെങ്കിലും ഈ ഒരു ഇവന്റ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്റെ സക്സസ് സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ റിവീൽ ചെയ്യുന്നുണ്ടാവുക. സോ നമുക്ക് എന്ത് ചെയ്യാം, 7 മണിക്ക് ഇവന്റിൽ വെച്ച് കാണാം. അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം, കമന്റ് ചെയ്യണം. നമുക്ക് ഒരു എനർജിക്ക് വേണ്ടിയിട്ട്, നമുക്ക് ആ ഒരു പ്രചോദനം നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രിസ്മസ് എക്സാം നമ്മൾ തകർക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം അല്ലേ? അപ്പൊ എല്ലാവരും നമ്മൾ തകർക്കും എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യാം. ആൻഡ് നമുക്ക് മൺഡേ 7 മണിക്കുള്ള ഇവന്റിൽ കാണാം.